ശ്രീ ആർ രാധാകൃഷ്ണൻ പറഞ്ഞത് കൃത്യമാണ്. ശ്രീ ബി റജി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? അങ്ങനെ ഒരു ജുഡീഷ്യൽ അന്വേഷണം, ഒപ്പം ഹൈക്കോടതിയുടെ കൃത്യമായ ഇടപെടൽ ഉണ്ടായതുകൊണ്ട് ഈ ദേവാലയത്തിന് നേരെ ഉണ്ടായ ഇത്തരം സംഭവങ്ങൾ അല്ലെങ്കിൽ കോടികളുടെ ആരോപണങ്ങളൊക്കെ ഉയർന്നു വരുമ്പോൾ അതിൻ്റെ ഒരു വശമെങ്കിലും പുറത്തു വരുന്നു. ഇപ്പോൾ ശാസ്ത്രീയ പരിശോധനകളുടെ അടിസ്ഥാനത്തിലാണ് SIT ഇപ്പോൾ PS പ്രശാന്തിൻ്റെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. പക്ഷേ അവിടെ ഒരു ഗൂഢാലോചനാവാദം കൂടി ഉയർന്നു വന്നിരിക്കുകയാണ്. അതേസമയം CPM-ന്റെ കാലത്തുള്ള 2 മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ഇപ്പോൾ മൂന്നാമത്തെ ആൾ കൂടിയ പട്ടികയിലേക്ക് വരുമ്പോൾ ഈ ദേവസ്വം ബോർഡിൽ ഭരണം നടത്തിയവരെല്ലാം ഇതിലേക്ക് വരുമോ എന്നുള്ള ചോദ്യം, ഒപ്പം ഇടതുമുന്നണി തന്നെ ഇത് വെട്ടിലാക്കുമെന്നൊരു ചോദ്യവും മറുവശത്തുണ്ട്. അതേസമയം ദേവസ്വം മന്ത്രിക്ക് ഈ ഒരു അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്നും പറയുന്നു. പക്ഷേ വിശ്വാസികളെ സംബന്ധിച്ച് ഇതൊരു തികഞ്ഞ ആത്മവിശ്വാസമാണ് നൽകുന്നതെന്നാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട് ചേർന്ന് നിൽക്കുന്നവർ പറയുന്നത്. അപ്പോൾ ദേവസ്വം മന്ത്രി പറഞ്ഞതിനെ എങ്ങനെ കാണുന്നു? ഒപ്പം ഇപ്പോൾ നടക്കുന്ന അന്വേഷണം അതിൽ വ്യക്തത ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? നോക്കൂ ലക്ഷ്മി, ഈ കേരളത്തിലെ ജനങ്ങളെ ഏറെ വേദനിപ്പിച്ച ഒരു സംഭവ വികാസം ആയിരുന്നു ശബരിമലയിലെ സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. ആ വിഷയം ഇവിടുത്തെ UDF ഏറ്റെടുക്കുകയും അതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിൽ പ്രക്ഷോഭം സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. അന്ന് ഇന്നത്തെ മുഖ്യമന്ത്രി, അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന ബഹുമാന്യനായ ശ്രീ VD സതീശൻ ആവശ്യപ്പെട്ടത് ദേവസ്വം ബോർഡിനെ പിരിച്ചുവിടുക, ദേവസ്വം മന്ത്രി രാജിവെക്കുക, കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുക എന്നുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു. അപ്പോൾ 2019 ഒരു സ്വർണ്ണ മോഷണം അവിടെ നടന്നു. അത് മറച്ചുവെക്കുവാൻ വേണ്ടി 2025 വീണ്ടും ഒരു സ്വർണ്ണ മോഷണം ശബരിമലയിൽ നടന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായി ആഗോള അയ്യപ്പ സംഗമം നടത്തിയതുമായി ബന്ധപ്പെട്ട് 2025 സെപ്റ്റംബറിലെ നടത്തിയ ആ സംഗമവുമായി ബന്ധപ്പെട്ടാണ് ഈ വിഷയങ്ങളെല്ലാം പുറത്തു വരുന്നത്. അതിനെ തുടർന്ന് ഹൈക്കോടതി SIT രൂപീകരിക്കുന്നു. ആ SITക്ക് 4 ആഴ്ചത്തെ സമയമാണ് കൊടുത്തിരുന്നത് അതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുവാൻ. ഇപ്പോൾ ഏതാണ്ട് 10 മാസത്തോളം അടുക്കുന്നു. നാളിതുവരെ അതിൻ്റെ റിപ്പോർട്ടോ ചാർജ് ഷീറ്റോ കോടതിയിൽ സമർപ്പിച്ചിട്ടില്ല. അപ്പോൾ ഈ വിശ്വാസികളെ സംബന്ധിച്ച് ഏറ്റവും വേദനാകരമായിട്ടുള്ള കാര്യമാണ് ഭഗവാന് സമർപ്പിക്കുന്ന ആ സമ്പത്ത് ചിലർ കൊള്ളയടിച്ചുകൊണ്ട് പോവുക. അങ്ങനെ കൊള്ളയടിക്കുന്നവരെ, അതിന് കൂട്ടുനിൽക്കുന്നവരെ സംരക്ഷിക്കുക, അല്ലെങ്കിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കാതിരിക്കുക എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ 10 വർഷത്തെ LDF സർക്കാരിൻ്റെ ഭരണകാലത്ത് അവരുടെ ഭരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട, അവരുടെ ഭരണത്തിൽ പുരണ്ട ഒരു കറയാണ്, അല്ലെങ്കിൽ ഒരു കറുത്ത പാടായിരുന്നു ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട്. അവരുടെ വലിയ പരാജയത്തിലേക്ക് ആ സംഭവ വികാസം നയിച്ചു എന്നുള്ളത് അവരുടെ പിന്നെ നടന്ന അവലോകന യോഗങ്ങളിൽ എല്ലാ പാർട്ടിയുടെ പല തലങ്ങളിലുള്ളവരും അത് സമ്മതിക്കുകയും ചെയ്തിരുന്നു. UDFൻ്റെ ഇപ്പോഴത്തെ സർക്കാരിനെ സംബന്ധിച്ച് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അന്ന് പറഞ്ഞ നിലപാടുകൾ സസൂക്ഷ്മം വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നു. അതനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി അത് മോണിറ്റർ ചെയ്യുന്നു. എന്നാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് ഈ SIT രൂപീകരിച്ച് അതിൻ്റെ തുടർ അന്വേഷണം നടക്കുന്നത് എന്നുള്ള പശ്ചാത്തലത്തിൽ ഈ ഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിന് അതിലൊന്നും ഇടപെടാൻ കഴിയുന്നില്ല. എങ്കിൽ പോലും ഇതിൻ്റെ ചാർജ് ഷീറ്റ് കൊടുക്കുന്നതിൽ കാലങ്ങൾ നീണ്ടുപോകുന്നു. അപ്പോൾ അന്ന് പറഞ്ഞത്, അതായത് അന്നത്തെ UDF പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പറഞ്ഞത് നിലവിലുള്ള ദേവസ്വം ബോർഡിൻ്റെ, അതായത് ശ്രീ PS പ്രശാന്ത് ചെയർമാനായ ദേവസ്വം ബോർഡിനും ഇതിൽ പങ്കുണ്ട്, അല്ലെങ്കിൽ അവരതിൻ്റെ ക്രമപ്രകാരം അതിന് നടപടി സ്വീകരിച്ചില്ല, അല്ലെങ്കിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്നുകൊണ്ട് ഈ സ്വർണ്ണ വിഗ്രഹവുമായി ബന്ധപ്പെട്ട് ദ്വാരപാലക ശില്പം ഒക്കെ ചെന്നൈയിലേക്ക് കൊണ്ടുപോകാനൊക്കെ കൂട്ടുനിന്നു എന്നൊക്കെ പറയുകയും അന്വേഷണം നടത്തുകയും അവരെ പുറത്താക്കണം എന്നാവശ്യപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ശ്രീ PS പ്രശാന്തിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. അതിൻ്റെ തുടർ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഇന്ന് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. അതുപോലെ ആ ബോർഡ് മെമ്പറേയും കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. അപ്പോൾ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് 2019 സംഭവിച്ച വീഴ്ചകളെ തുടർന്ന് ആ കാലഘട്ടത്തിന് ശേഷം വന്ന N വാസുവും ശ്രീ പത്മകുമാറും ശ്രീ PS പ്രശാന്തും ഉൾപ്പെടുന്ന ആ 3 ബോർഡും അതിൻ്റെ ചെയർമാന്മാരും ഇന്ന് അറസ്റ്റിലേക്കും അല്ലെങ്കിൽ കസ്റ്റഡിയിലേക്കും നീങ്ങിയിരിക്കുകയാണ്. അതുപോലെ ഏതാണ്ട് 10-ലധികം പേരെ ഉദ്യോഗസ്ഥന്മാരെയും ഇതിനിടയിൽ തന്നെ അറസ്റ്റ് ചെയ്യുകയും അവർ പല ഘട്ടങ്ങളിൽ, അതായത് 90 ദിവസത്തിനുള്ളിൽ ചാർജ് ഷീറ്റ് കൊടുക്കാൻ കഴിയാത്തതിൻ്റെ ഭാഗമായി അവർ പുറത്തു വരികയും ചെയ്തിരുന്നു. അപ്പോൾ ഇത് നിലവിലുള്ള സർക്കാരിനെ സംബന്ധിച്ച് ഈ അന്വേഷണം സുഗമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം, അത് സത്യസന്ധമായിരിക്കണം. പക്ഷേ ഈ ഒരു ദീർഘകാലത്തെ ഈ ഒരു കാലതാമസം വല്ലാതെ ജനഹൃദയങ്ങളെ വേദനിപ്പിക്കുന്നതാണ്, വിശ്വാസികളെ വേദനിപ്പിക്കുന്നതാണ്. അത് എവിടുത്തെ ആയാലും ശരി, അപ്പോൾ ഇപ്പോൾ ശബരിമലയിലെ ആയാലും ശരി, അയോധ്യയിലെ സംഭാവന കൊള്ളയായാലും ശരി, അത് ശരിയായ അന്വേഷണം നടത്തുകയും അത്തരത്തിലുള്ള അന്വേഷണത്തിൽ ആ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുക എന്നുള്ളതും വിശ്വാസികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ സംസ്ഥാന സർക്കാരിൻ്റെ സ്വീകരിക്കുന്ന നിലപാടും ഇത് കാത്തിരിക്കുക. ഒരുപാട് കാലതാമസമുണ്ടെങ്കിൽ അത് സംബന്ധിച്ച് തുടർ നടപടികളിലേക്ക്, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ അതൃപ്തി അറിയിക്കുക എന്നുള്ള നിലയിലേക്കും ആണ് ഇപ്പോൾ നീങ്ങുവാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്.